യാത്ര പോലെ നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ തലങ്ങളായി ഒരുക്കപ്പെടുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മത്സ്യം വെള്ളത്തിൽ അതിൻ്റെ ലോകത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പോലെ മനുഷ്യജീവിതം സ്വർഗത്തു നിന്നും ആരംഭിച്ച് ഈ ഭൂമിയിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലുമൊക്കെ ദൈവാശ്രയ ബോധ്യത്തോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപ ഓരോ ജീവിതങ്ങളിൽ നിറയുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം കൂടുതൽ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത മേഖലകൾ, മക്കളില്ലാത്ത ദമ്പതിമാരുടെ ജീവിതങ്ങൾ, കുടുംബ മേഖലയിൽ പലതരത്തിലുള്ള സമാധാനമില്ലാത്ത അവസ്ഥകൾ, മദ്യപാനം, ലഹരി വസ്തുക്കൾ അടിമപ്പെട്ട് കിടക്കുന്ന ജീവിത മേഖലകളിലൊക്കെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഓരോ കുടുംബങ്ങളും നേരിടുന്നത്. ഈ നേരിടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രഭാതത്തിലും ഓരോ നിയോഗങ്ങൾ വെച്ച് നമ്മുടെ ജീവിതതലങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ ജീവിതയാത്രകൾ പോലെ നമ്മുടെ ജീവിതയാത്രയും കൂടുതൽ മനോഹരമാക്കുവാൻ, കൂടുതൽ ദൈവീയ കൃപയുടെ നിമിഷങ്ങളാക്കി ഒരുക്കുവാൻ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും എല്ലാ തലങ്ങളെയും ദൈവാനുഗ്രഹമാക്കി മാറ്റുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മേഖലകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ ജീവിതങ്ങളിൽ ഈ മത്സ്യം പോലെ അവരുടെ ഉള്ളിലേക്ക് അവരുടെ പ്രയാസങ്ങളെ അടിച്ചമർത്തുന്നു. അതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ആനന്ദമുള്ളവരായിട്ട് മാറുന്നത്. ഉയരങ്ങളിലേക്ക് മീൻ പോലെ ഉയർന്നു പാർക്കുവാൻ, ജീവിതമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലെ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടുതൽ പുഞ്ചിരിയുള്ളവരായി മാറുവാനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആനന്ദത്തിൻ്റെ സ്വർഗീയ കൃപ അവർക്ക് അനുഭവിക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ പഠന മേഖലയെക്കുറിച്ചായിക്കോട്ടെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതൊക്കെ മാറി കൂടുതൽ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളെ പോലെ ദൈവത്തിലേക്ക് ചേർന്ന്, ബലിപീഠത്തിലേക്ക് ചേർന്ന്, വചനത്തിലേക്ക് ചേർന്ന് കൂടുതൽ ആനന്ദമുള്ളവരായി മാറാൻ, സന്തോഷമുള്ളവരായിട്ട് മാറുവാൻ, കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാ മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ പ്രസാദകരമായ അനുഗ്രഹത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ, ഈ കാലഘട്ടങ്ങളിൽ നന്മയുള്ളവരായിട്ട് മാറുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെയുടെ ഭാവി തലമുറയാണ്. നാളെയുടെ കൃപയുള്ളവരായിട്ട് മാറാൻ, നാളെയുടെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ നിയോഗം പൂർത്തിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.